VK Blogs എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, പുതിയ വീഡിയോയിലേക്ക്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എക്സ്പൾസിൻ്റെ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ആണ്. അതിന് ആദ്യം നമ്മൾ ചെയ്തത് സീറ്റ് റിമൂവ് ചെയ്തു. അതിനുശേഷം അതിൽ കുറച്ച് ടൂൾസും കമ്പനി തരുന്ന ടൂൾസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ മൈനസും അതുപോലെ തന്നെ സ്റ്റാറും 2 സ്ക്രൂ ഡ്രൈവർ എടുത്തു. അതുകൊണ്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ സൈഡ് ബോക്സ് നമ്മൾ റിമൂവ് ചെയ്തു. സൈഡ് ബോക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വേറൊരു ബോക്സ് ഉണ്ട്. ഏകദേശം അതിൻ്റെ ഉള്ളിൽ തന്നെ 8-9ഓളം സ്ക്രൂകളുണ്ട്. അത് മൊത്തം റിമൂവ് ചെയ്യണം. ഓരോ സ്ക്രൂവും നമ്മൾ ഓരോന്ന് ഊരിക്കൊണ്ടിരിക്കുകയാണ്. ഊരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാത്തുമുള്ള അവിടെ നിന്ന് ഓരോ ആംഗ്യങ്ങൾ കാണിക്കുന്നുണ്ട്. കാരണം അവൾക്ക് വണ്ടിയിൽ പോകണം. ഈ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് വണ്ടിയിൽ പുറത്തു പോകാൻ കഴിയുള്ളൂ. അതിന് എന്നെ നല്ലോണം സോപ്പിടുന്നുണ്ട് കേട്ടോ. ഏകദേശം എല്ലാ സ്ക്രൂ ഊരി കഴിഞ്ഞു. നമ്മൾ ഈ ബോക്സും കൂടി ഊരായിരുന്നു. അപ്പോൾ ഒരു സ്ക്രൂ ഊരാൻ മറന്നുപോയി. അപ്പോൾ അതും കൂടി ഊരി എയർ ഫിൽറ്റർ ഇപ്പോൾ റിമൂവ് ചെയ്യാണ്. എയർ ഫിൽറ്റർ സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. കാരണം എല്ലാവരും എക്സ്പൾസ് യൂസ് ചെയ്യുന്ന എല്ലാവരും തന്നെ 2000 കിലോമീറ്റർ കൂടുന്ന സമയത്ത് എയർ ഫിൽറ്റർ തീർച്ചയായിട്ടും മാറ്റി ഇരിക്കണം, അല്ലെങ്കിൽ ഈ കൊലത്ത് വരും. പുതിയ എയർ ഫിൽറ്റർ വാങ്ങിയത് ഹീറോൻ്റെ ഷോറൂമിൽ നിന്നാണ് വരുന്നത്. കാരണം അത് രണ്ടിൻ്റെ വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, പുതിയതിൻ്റെയും പഴയതിൻ്റെയും. കാരണം അത്രത്തോളം ഞാൻ ശ്രദ്ധിക്കാതെ ഓടി. ഏകദേശം ഒരു 6000 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എയർ ഫിൽറ്റർ തന്നെ ചേഞ്ച് ചെയ്യുന്നത്. കണ്ടോ, രണ്ടും കൂടി കണ്ടാൽ തന്നെ ഭയങ്കര വ്യത്യാസമാണ്. കാരണം പഴയത് ഫുള്ള് കറുപ്പ് കളറായിട്ടുണ്ട്. കാരണം അത്രയും ഓടി അത്രയും മോശമായിട്ടുണ്ടത്. അപ്പോൾ ഇത്രയും കളറ് പോകാനുള്ള ഇട വരുത്തരുത്. ഏകദേശം 2000 കിലോമീറ്റർ തന്നെ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യണം. എയർ ഫിൽറ്ററിന് അധികം വിലയോ കാര്യങ്ങളോ ഒന്നുമില്ല. എയർ ഫിൽറ്റർ ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഊരുന്ന സമയത്ത് ഓർമ്മ ഉണ്ടാവണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് മാറ്റി ഫിറ്റ് ചെയ്യരുത്. എൻ്റെ വണ്ടിയുടെ മോഡൽ വരുന്ന എക്സ്പൾസ് 200 4V ആണ്. അത് നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ബാക്കിയുള്ളത് അതേപോലെ തന്നെ നമ്മൾ പൂരിയ സ്ക്രൂ കാര്യങ്ങളൊക്കെ അതേപോലെ ബോക്സ് അടച്ച് മൊത്തത്തിൽ ഫിറ്റ് ചെയ്യാണ്. കാത്തുമോളെ കയ്യിലാണ്. കാത്തു, അതാണ് എൻ്റെ മകളാണ് കേട്ടോ. ദക്ഷ എന്നാണ് പേര്. കാത്തു എന്നാണ് വിളിക്കാറുള്ളത്. അവളുടെ കയ്യിൽ സ്ക്രൂ ഒക്കെ കൊടുത്തു. അവളും നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയുള്ള ആളാണ്. കാരണം ഈ പണി കഴിഞ്ഞാൽ അവൾക്ക് പുറത്തു പോകാൻ കഴിയുള്ളൂ. സോപ്പിംഗ് ആണ് ആള്. അങ്ങനെ നമ്മൾ ഓരോ സ്ക്രൂവും ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കാത്തു മടിയിലൊക്കെ വന്നിരുന്നു. കാരണം അവൾക്ക് ഈ പണി കഴിഞ്ഞാൽ പുറത്തു പോകാൻ കഴിയുള്ളൂ എന്ന് അവൾക്ക് നല്ലോണം അറിയാം. ഈ ക്യാമറ എടുക്കുന്നത് എൻ്റെ വൈഫാണ് കേട്ടോ. വൈഫിനെ ലാസ്റ്റ് കാണിച്ചു തരാം.
അങ്ങനെ നമ്മളുടെ എയർ ഫിൽറ്ററൊക്കെ ഫിറ്റ് ചെയ്തു, ബോക്സും കാര്യങ്ങളൊക്കെ രണ്ടാമതും റീസെറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇതാണ് വാങ്ങിയത്. 215 രൂപയാണ് ഇതിൻ്റെ വില, എയർ ഫിൽറ്ററിൻ്റെ വില. അത് മുഴുവൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. പഴയ പോലെ തന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ വച്ചു. എന്നിട്ട് കാത്തുവിനോടൊന്ന് കയറാൻ പറഞ്ഞു. കാത്തു വണ്ടി ഒറ്റയ്ക്ക് സ്റ്റാർട്ടൊക്കെ ചെയ്യും കേട്ടോ. എയർ ഫിൽറ്ററൊക്കെ ഫിറ്റ് ചെയ്തു, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കി, റേസൊക്കെ ചെയ്തേക്കാം. സൗണ്ടിന് നല്ല വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഒന്ന് പുറത്ത് പോകാനുള്ള പരിപാടിയിലാണ്. കാത്തു വണ്ടീനെ മേലെ നിന്ന് ഇറങ്ങണമെന്നില്ല. ഇതാണ് എൻ്റെ വൈഫ് കൃഷ്ണച്ച, ക്യാമറയ്ക്ക് പുറകിലായിരുന്നു ഇത്രയും നേരം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ.